Hello, welcome back to Learnino KTU BTech 2024 scheme. S3 triple students in ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്, അതിന്റെ റെഫറൻസ് ബുക്ക് ഏതാണ്, ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം S3 എന്ന് പറയുമ്പോൾ ഞാൻ മറ്റു പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങേണ്ട സെമിസ്റ്ററുകളാണ്. മെയിൻ റീസൺ എന്ന് പറയുന്നത് S3 മുതൽക്ക് നമുക്ക് എല്ലാം കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ബിടെക് കഴിഞ്ഞ് ഗേറ്റ് എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ S3 മുതൽക്കുള്ള സബ്ജക്ട്സ് നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ജോബിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ ടെക്നിക്കൽ എക്സാംസ് എഴുതേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. അപ്പൊ അതിനൊക്കെ തന്നെ ഈ S3 മുതൽക്കുള്ള കോർ സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഈ എക്സാമിനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് എംടെക്കിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി മാത്രമല്ല, ഗേറ്റ് സ്കോർ യൂസ് ചെയ്തിട്ടുള്ള പല പബ്ലിക് സെക്ടർ കമ്പനീസും ഹയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എലിജിബിൾ ആവാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽക്കുള്ള S3 മുതലുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് S3 വരുന്നത് ഫസ്റ്റ് മാത്സ് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ്, ദെൻ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്, വൺ ഓഫ് ദ കോ പേപ്പർ ഫോർ ഇലക്ട്രിക്കൽ engineering students, then DC machine and transformer, analog electronics, introduction to artificial intelligence and data science, then economics for engineers and engineering ethics and sustainable development എന്ന് പറഞ്ഞ രണ്ട് സബ്ജക്ട് വരുന്നുണ്ട്. ഇതിൽ ഒരു സബ്ജക്ട് S3 ലും ഒരു സബ്ജക്ട് S4 ലും ആയിട്ടായിരിക്കും പഠിക്കാനുണ്ടാവുക. ഓക്കെ, ദെൻ രണ്ട് ലാബാണ് നമുക്ക് വരുന്നത്, സർക്യൂട്ട്സ് ആൻഡ് മെഷർമെന്റ്സ് ലാബ് ആൻഡ് അനലോഗ് ഇലക്ട്രോണിക്സ് ലാബ്. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് ഈ മെയിൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് മാത്സ്, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്, DC മെഷീൻ ആൻഡ് ട്രാൻസ്ഫോമർ, അനലോഗ് ഇലക്ട്രോണിക്സ്, ഇത്രയും കോർ പേപ്പേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത് ഒരു കോമൺ പേപ്പർ ആണ്. ദാറ്റ് മീൻസ് വേറെ സബ്ജക്റ്റുകാർക്ക് ഗ്രൂപ്പുകാർക്കൊക്കെ വരുന്ന ഒരു പേപ്പറാണ്. ആൻഡ് ഇറ്റ്സ് എ ന്യൂജൻ സബ്ജക്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും ഒന്നും നമ്മൾ പഠിക്കുന്ന സമയത്തില്ല. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഒരേപോലെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് അനുസരിച്ച് സബ്ജക്ട്സ് പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ പഠിച്ചു അല്ലെ ലാസ്റ്റ് സെമ്മില്. അതേപോലെ നമുക്ക് കുറച്ചും കൂടി ഇപ്പം ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം നമ്മുടെ ക്യാമ്പസ് ലൈഫ് കഴിഞ്ഞിട്ട് നമ്മളൊരു കോർപ്പറേറ്റ് വേൾഡിൽ പോകുമ്പോൾ ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫൈൻ. ഇനി നിങ്ങൾ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിന്റെ തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സർക്യൂട്ട്സ് ആൻഡ് മെഷർമെന്റ് ലാബും വന്നിട്ടുണ്ട്. അതേപോലെ അനലോഗ് ഇലക്ട്രോണിക്സ് പഠിക്കുന്നത് പോലെ തന്നെ അനലോഗ് ഇലക്ട്രോണിക്സ് ലാബും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഗേറ്റ് എക്സാം ആണെങ്കിലും മറ്റുള്ള ടെക്നിക്കൽ എക്സാം ആണെങ്കിലും ഒക്കെ മാത്സ്, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, DC മെഷീൻ, അനലോഗ് ഇലക്ട്രോണിക്സ്, ഇതൊക്കെ എല്ലാ എക്സാമിനും വരുന്ന സബ്ജക്റ്റ് ആണ്. ഈ S3, S4, S5 ഈ മൂന്ന് സെമ്മിലുള്ള സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഗേറ്റ് എക്സാം അല്ലെങ്കിൽ ടെക്നിക്കൽ എക്സാമിനൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഈ സെമിസ്റ്ററുകളിലുള്ള സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ തറോ ആയിട്ട് പഠിച്ചിട്ട് പോകണം. അത് അതൊരു ബേസ് ആണ്, കോർ പേപ്പേഴ്സ് മെയിൻ വരും. പിന്നെ ഫൈനൽ സെമ്മിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വരുന്ന. പേപ്പേഴ്സ് ആണെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് പേപ്പേഴ്സ് ഉണ്ടാവും. അതൊന്നും അധികം ഈ പറഞ്ഞ പോലെ പരീക്ഷകൾ പിന്നീടുള്ള എക്സാംസിന് അധികം ചോദിച്ചു കാണില്ല. മെയിൻ ആയിട്ട് നമുക്ക് S3 മുതൽക്കുള്ള ഈ പേപ്പേഴ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളും പഠിക്കുമ്പോൾ കൊടുക്കുക. ഓക്കെ, അതേപോലെ അതിന്റെ ക്രെഡിറ്റ് സ്ട്രക്ചർ എങ്ങനെയാന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഇത് മാത്രമുണ്ട്, മാത്സ്, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, DC മെഷീൻ, ട്രാൻസ്ഫോമർ ഒക്കെ 40, 60 നമ്മുടെ സെയിം പാറ്റേൺ തന്നെയാണ്. അതേസമയം അനലോഗ് ഇലക്ട്രോണിക്സിന് മാത്രം ഇന്റേണൽ മാർക്ക് 60 എക്സ്റ്റേണൽ 40 വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതുപോലെ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ്, എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അത് 50-50 ആയിട്ടാണ് അതിന്റെ മാർക്ക് വരുന്നത്. ലാബും അതേപോലെ തന്നെ ഇന്റേണൽ 50, എക്സ്റ്റേണൽ 50. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോ സിലബസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്സ് ഓൾറെഡി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തത് കാരണം അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേപോലെ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സും സെപ്പറേറ്റ് വീഡിയോ ഉള്ളതുകൊണ്ട് അതിന്റെ സിലബസ് ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം. ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ സിലബസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ്. അത് നമ്മളെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു സബ്ജക്ട് വരുന്നത്.
ഓക്കെ, സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് മോഡ്യൂള് മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ്, സൂപ്പർ മെഷ്, സൂപ്പർ നോഡ്, അതേപോലെ തന്നെ തിയറംസ്, നെറ്റ്വർക്ക് തിയറംസ് ആയിട്ടുള്ള തെവനിൻ തിയറം, നോർട്ടൺ തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, റെസിപ്രോസിറ്റി തിയറം, അതൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് മോഡ്യൂളിൽ റെസൊണൻസ്, then power in three-phase circuit, അത് കോംപ്ലക്സ് പവർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തിയറി പഠിക്കാനുണ്ട്, പക്ഷെ പ്രോബ്ലംസ് ആയിരിക്കും ഇതിനകത്തുനിന്ന് കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് അത്. തേർഡ് മോഡ്യൂളിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം റിവ്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ട്രാൻസിയന്റ് റെസ്പോൺസ് ഓഫ് സിമ്പിൾ സീരീസ്, പാരലൽ, RL ആൻഡ് RC സർക്യൂട്ട്സ്, ബാക്കി ഏതാന്ന് നോക്കാം. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. പിന്നെ ട്രാൻസിയന്റ് റെസ്പോൺസ് ഓഫ് RLC സർക്യൂട്ട്, ട്രാൻസിയന്റ് റെസ്പോൺസ് ഓഫ് സിമ്പിൾ സീരീസ്, പാരലൽ, RL ആൻഡ് RC സർക്യൂട്ട് വിത്ത് സിനുസോയ്ഡൽ എക്സൈറ്റേഷൻ ആൻഡ് സീറോ ഇനിഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ വരുന്ന ഒരു മോഡ്യൂൾ ആണ്. ലാസ്റ്റ് മോഡ്യൂളിൽ 2 പോർട്ട് നെറ്റ്വർക്ക്, ZY/HT പാരാമീറ്റേഴ്സും ദെൻ അതിന്റെ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ, കപ്പിൾഡ് സർക്യൂട്ട്, ഇതൊക്കെയാണ് വരുന്നത്. സർക്യൂട്ട്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല് കുറച്ച് ടഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. കൃത്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറെ തിയറി പഠിക്കേണ്ട ഒരു പേപ്പർ അല്ല. അതായത് തിയറിയുടെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേപ്പറും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഫ്രം ദ ഡേ 1 നമ്മൾ പഠിച്ചെങ്കിൽ എക്സാമിന് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് പഠനം ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റേ അല്ല ഇത്. ഓക്കെ, പലപ്പോഴും കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോ ചില സബ്ജക്റ്റ് ഒക്കെ ഓക്കെ അപ്പൊ ഇന്ന് സീരീസ് എക്സാം പറയുകയാണെങ്കിൽ തലേ ദിവസം പഠിക്കാം, അല്ലെങ്കിൽ എക്സാം വന്നു സ്റ്റഡി ലീവിന്റെ ടൈമിൽ പഠിക്കാം. നോ, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പർ അല്ല സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രം ദ ഡേ 1 നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബുക്സ്, ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നെറ്റ്വർക്ക് അനാലിസിസ് ആൻഡ് സിന്തസിസ്, ഓരോ ടെക്സ്റ്റ് ബുക്കിന്റെ പേരും അതിന്റെ പബ്ലിഷറിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ, അടുത്ത സബ്ജക്ട് DC മെഷീൻ ആൻഡ് ട്രാൻസ്ഫോമർ ആണ്. അനദർ കോർ പേപ്പർ. DC മെഷീൻ പോലെ ഇനി നിങ്ങൾക്ക് കമ്മിങ് സെമസ്റ്ററിൽ AC മെഷീൻസും പഠിക്കാനുണ്ടാവും. അപ്പൊ DC മെഷീൻ, AC മെഷീൻ ഒക്കെ ട്രിപ്പിളിയുടെ കോർ പേപ്പർ ആണ്. ഏത് എക്സാം നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ എഴുതാൻ പോയി കഴിഞ്ഞാലും ഈ സബ്ജക്ട് ഒക്കെ അതിൽ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ സർക്യൂട്ട്സ് നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് DC മെഷീൻ. തിയറി ടൈപ്പ് പേപ്പർ ആയിരിക്കും DC മെഷീൻ ആൻഡ് ട്രാൻസ്ഫോം. എന്നാലും പ്രോബ്ലം ചോദിക്കും, ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കില്ല എന്നല്ല, പക്ഷെ എന്നാലും കുറച്ച് നമുക്ക് തിയറി പാർട്ട് കൂടെ വരുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഈ DC മെഷീന്റെ ഒക്കെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം പഠിക്കേണ്ടി വരും. അതിന്റെ വൈൻഡിങ് എങ്ങനെയാണ്, അതിൽ എത്ര, അതിന്റെ കമ്മ്യൂട്ടേറ്റർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ DC ജനറേറ്ററിന്റെ ഫസ്റ്റ് അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, പിന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിൽ ഓരോന്നിന്റെയും അതിന്റെ ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ വരുന്ന രീതിയിലുള്ള അതിന്റെ ഒരു ഹാർഡ്വെയർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, പ്ലസ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ദെൻ സെക്കൻഡ് മോഡ്യൂളിൽ DC മോട്ടർ ആണ്. അപ്പൊ ആദ്യം നമ്മൾ DC ജനറേറ്റർ പഠിച്ചു, പിന്നെ DC മോട്ടർ, അതിന്റെ സ്പീഡ് കൺട്രോൾ, അതിന്റെ എങ്ങനെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് എന്നുള്ളതൊക്കെ പഠിക്കാനുണ്ട്. മൂന്നാമത്തെ മോഡ്യൂള് ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സും അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, ഓപ്പറേഷൻ, ലോസസ്, എഫിഷ്യൻസി, എങ്ങനെയാണ് ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ മോഡ്യൂളിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ഓട്ടോ ട്രാൻസ്ഫോമർ അഗെയിൻ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നൊക്കെ ഇതിൽ തന്നെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് എന്തായാലും നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോ കൺസ്ട്രക്ഷന്റെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാമെങ്കിലും തിയറി പ്ലസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, അതിന്റെ ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത സബ്ജക്ട് അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഇതൊരു ഇലക്ട്രോണിക് സബ്ജക്ട് ആണ്, പേര് പോലെ തന്നെ ഇതൊരു ഇലക്ട്രോണിക് സബ്ജക്ട് ആണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് രണ്ടിനും ഒരേപോലെ വെയിറ്റേജ് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അനലോഗ് ഇലക്ട്രോണിക്സും ഒരു കോർ സബ്ജക്ട് തന്നെയാണ്.
ഇതിൽ ഫസ്റ്റ് നമുക്ക് BJT, then അതിൽ കോമൺ എമിറ്റർ ആംപ്ലിഫയർ, എമിറ്റർ ഫോളോവർ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയേഴ്സ് ഒക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ JFET, MOSFET, ആംപ്ലിഫയർ, ഫ്രീക്വൻസി റെസ്പോൺസ്, ഫീഡ്ബാക്ക് ആൻഡ് ഓസിലേറ്റർ സർക്യൂട്ട്സ്, ഓസിലേറ്റേഴ്സ് സെക്കൻഡ് മോഡ്യൂള്. Then introduction to operational amplifier, op-amp in the circuits. Fourth module active filter, waveform generation using op-amp, timer, 555 IC. ഇത് ഒരു അനാലിസിസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇതിൽ നിന്നും നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യാം, അല്ലാതെ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇലക്ട്രോണിക്സ് പേപ്പർ ആണ്. Then അതിന്റെ ടെക്സ്റ്റ് ബുക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്സും അതിന്റെ റെഫറൻസ് ബുക്സും ഒക്കെയാണ്. ഈ S3 മുതൽ നമ്മൾ കോർ സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിന് എല്ലാ മോഡ്യൂളും കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പല ടെക്സ്റ്റ് ബുക്സും റെഫർ ചെയ്തിട്ട് വേണ്ടി വരും പഠിക്കാനായിട്ട്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു നമുക്ക് എന്താ പറയാ ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നോർമലി നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ഇപ്പൊ കോറിന്റെ കൂടെ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വരില്ല, നമ്മുടെ കോർ പേപ്പേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് പറയുന്നത് പൊതുവെ കമ്പ്യൂട്ടർ സയൻസ് വരെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇപ്പം ഈ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും പഠിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പഠിക്കേണ്ടി വരുന്നത്. So അതിൽ നമുക്ക് introduction to AI, machine learning, then mathematical foundation of AI and data science, applied probability and statistics for AI and data science. അങ്ങനെ ഓരോ മോഡ്യൂളും ഇതൊരു എന്താ പറയാ നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് AI and data science എന്ന് പറയുന്നത്. Then last module basics of data science. Data science ന്റെ basics ആണ്. So ഇതിന്റെ നമുക്ക് ഏതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലീനിയർ ആൾജിബ്ര, കുറച്ച് മാത്സിന്റെ ഒരു പാർട്ടും കൂടെ വരും മെഷീൻ ലേണിംഗും ഡാറ്റാ സയൻസും ഒക്കെ പഠിക്കുമ്പോൾ. സോ കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്സും റെഫറൻസ് ബുക്സും ഒക്കെ വെച്ചിട്ട് തന്നെ വേണ്ടി വരും പഠിക്കാനായിട്ട്. അപ്പൊ അതിന്റെ ടെക്സ്റ്റും ഇത്രയും അധികം റെഫറൻസ് ബുക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് സബ്ജക്ട് പഠിക്കുന്നത്. പിന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് എക്കണോമിക്സ്, അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തുകൊണ്ടാണ് അതിന്റെ സിലബസ് ഇൻക്ലൂഡ് ചെയ്യാതെ, ബാക്കി ഇതിന്റെ ലാബും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മള് ലേണിനോയിൽ നമ്മൾ ഇതിലെ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അനലോഗ് ഇലക്ട്രോണിക്സ്, മാത്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ജോയിൻ ചെയ്യാം. റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന് വേണമെന്നുണ്ടെങ്കിലും 1-to-1 ഇൻഡിവിജ്വൽ ട്യൂഷനും അവൈലബിൾ ആണ്. പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെമസ്റ്റർ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ കൃത്യമായിട്ട് ഇന്റേണൽ എക്സാമിനും ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ മാത്രം പഠിക്കുക എന്നുള്ളതല്ല, ഇന്റേണൽ എക്സാം മുതൽക്ക് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പാറ്റേൺ ഫോളോ ചെയ്ത് പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, താങ്ക് യു.